ഉത്രാടപ്പാച്ചിലിന്റെ അവസാന ലാപ്പിൽ തിരക്ക് പൂക്കടകളിലാണ്. തിരുവോണ സദ്യക്കുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഓടിയെത്തിയത് തിരുവോണ ദിനത്തിൽ വലിയ പൂക്കളം ഒരുക്കാനുള്ള പൂക്കൾ തേടിയാണ്. തിരുവോണ പുലരിക്കായി ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാന വട്ടം, അതായത് ഏതാണ്ട് ഓണസദ്യക്കുള്ള വട്ടങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. പുത്തൻ ഉടുപ്പുകളെല്ലാം എല്ലാവരും എടുത്തു കഴിഞ്ഞു. ഇനി പൂക്കളം, നാളെ വലിയ പൂക്കളങ്ങൾ ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അതുതന്നെയാണ് എല്ലായിടത്തും ഈ ഒരു സമയത്തുള്ള ഏറ്റവും വലിയ തിരക്ക് എന്ന് പറയുന്നത്. പൂ വിൽക്കുന്ന കടകളിലാണ്. പൂക്കളമാണ് ഇനി ഒരുക്കേണ്ടത്. അവിടെ ചെന്ന് അതിനെ ഒരു ഡിസൈൻ വരച്ച് കൃത്യമായി ഇന്ന് തന്നെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കണം. ആ ഒരു തിരക്ക് നമുക്ക് ഇവിടെ എല്ലാം തന്നെ കാണാൻ കഴിയും. പൂക്കളം അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ പൂക്കളം ഒരുക്കാനുള്ള തിരക്കിലാണ് അവസാന നിമിഷത്തെ അല്ലേ? അയ്യോ, അതെ അതെ, ബാക്കിയെല്ലാം റെഡിയായോ? എല്ലാം റെഡിയായി. സദ്യയൊക്കെ പകുതി സദ്യ ഒരുങ്ങി കഴിഞ്ഞു. അതുപോലെ തന്നെ ഓണക്കോടിയെല്ലാം വാങ്ങി. ഇനി വേണ്ടത് ഇതാണ് പൂക്കളം. ശരി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് സദ്യക്കുള്ള എല്ലാ വട്ടങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഒപ്പം തന്നെ ഓണക്കോടി നേരത്തെ തന്നെ എടുത്തു. ഇന്ന് പകൽ നേരങ്ങളിലെല്ലാം തന്നെ ആളുകൾ ഓണക്കോടി എടുക്കാൻ, പുത്തൻ ഉടുപ്പെടുക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു എങ്കിൽ പൂക്കൾ വിൽക്കുന്ന കടകളിലേക്ക് ആ തിരക്ക് എത്തിയിരിക്കുന്നു. ആളുകൾ തിരഞ്ഞു തന്നെ വാങ്ങുന്നു. എങ്ങനെയുണ്ട് വില? എങ്ങനെയുണ്ട്? ഒടുക്കത്തെ വിലയാണ്. വില 300 രൂപയാണ് ഈ സാധനത്തിന് കിലോ. ഒരു മുഴം എന്ന് പറയുമ്പോൾ ഒരു സ്കെയിലാണ്. അത് നോക്കി ആലോചിച്ച് നോക്കി, നമ്മൾ കൈ തന്നെ ഇതല്ലേ മുഴം, പക്ഷെ ഇത് സ്കെയിലാണ്. മറ്റേ ഇതിൻ്റെ ആ സ്കെയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ അളക്കണത്. 100 രൂപയാണ് അതിന്. നല്ല വില. അവസാന സമയത്തായോണ്ടാണ് എനിക്കറിയാമുള്ള. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ പൂ വാങ്ങിക്കാൻ വേണ്ടി കയറിയത്. ചേട്ടാ, കുറേ നഷ്ടപ്പെട്ടതാ. ഇത് നാങ്ങൾ ആദ്യമായിട്ട് വരുന്നതാ. അപ്പോൾ എല്ലാവരും സ്കെയിൽ കൊണ്ട് അളക്കണേ. അപ്പോൾ അതുകൊണ്ട് അതേപോലെ ഞങ്ങൾ ചെയ്തതാ. ഒരാളിനെ പറ്റിക്കില്ല. പൂ വിൽക്കുമ്പോഴുള്ള കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. അവസാന നിമിഷം അത് വലിയ വിലയിലേക്ക് പോകും. തുടക്കത്തിൽ, അതായത് അത്തനാളുകളിൽ ഉണ്ടായിരുന്ന ഒരു വിലയിൽ നിന്ന് പിന്നീട് കൂടും. അത് കച്ചവടക്കാർ വർദ്ധിപ്പിക്കുന്നതുണ്ട്. ഒപ്പം തന്നെ പൂവിപണിയിലെ പൊതുവായ വില വർധനവും എല്ലാം തന്നെ അതിൻ്റെ ഒരു ഭാഗമായി മാറുകയും എല്ലാം ചെയ്യുന്നു. ഇപ്പോഴെല്ലാം സാധനങ്ങൾ വാങ്ങിപ്പോകുന്ന ആളുകളെല്ലാം കാണാൻ കഴിയും. എന്തായാലും ഓണത്തിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണല്ലോ അല്ലേ? അതെ അതെ. പൂവും കൂടെ വാങ്ങിയാൽ മതി. പൂവും കൂടി വാങ്ങിയാൽ മതി, കുഴപ്പമില്ല. ഇത്തരത്തിൽ വലിയ തിരക്ക് എല്ലായിടത്തും തന്നെ കാണും. ഇങ്ങനെ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ പൂർത്തിയായോ? സദ്യയുടെ കാര്യങ്ങളൊക്കെ ഒക്കെ പൂർത്തിയായി. ആണോ? എന്താ പുത്തൻ ഉടുപ്പുകളൊക്കെ നേരത്തെ തന്നെ വാങ്ങി വെച്ചു? ഇനി വലിയ പൂക്കളാണോ ഒരുക്കുന്നത്? വലിയ പൂക്കളം ആണോ? വീട്ടിൽ തന്നെ? വീട്ടിൽ തന്നെ. അതിന് ആരൊക്കെ വീട്ടിലെല്ലാവരും കൂട്ടുകുടുംബമായിട്ട് വരുവാണോ? അല്ല, ഞങ്ങളെല്ലാവരും കൂടി ചെയ്യും. ആണോ? എങ്ങനെ പൂവിലിന്റെ വില എങ്ങനെയായി ഈ വിപണിയിലെ വില? ഇതാണ് കൂടുതലാണ്. കഴിഞ്ഞ അപ്പൊ നമുക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് പൂക്കൾ വാങ്ങാനുണ്ടാവും അല്ലേ? നാളെ ആകുമ്പോ വലിയ പൂക്കളം ഇടാലോ. നാളെ വലിയ പൂക്കൾ ഇടാനുള്ള അതിനുള്ള ഒരുക്കത്തിലാണ്. ബാക്കിയെല്ലാം കഴിഞ്ഞു. സദ്യക്കുള്ള അതൊക്കെ ഒരുമാതിരി സദ്യയൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കണോ? വീട്ടിൽ തന്നെ തയ്യാറാക്കും. റെഡിമെയ്ഡ് ആയിട്ട് ഏൽപ്പിക്കുന്നില്ല? ഇല്ല ഇല്ല ഇല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കും. അതാണ് നല്ലത്. ഇത്തരത്തിൽ തന്നെ വലിയ ഒരു തിരക്ക് വിപണിയുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. കൃത്യമായി തന്നെ കൂടുതൽ ആളുകൾ ഈ സമയത്ത് പോലും ഇത്തരത്തിൽ വരുന്നു. അവരെല്ലാം ഈ ഒരു ഏറ്റവും അവസാന സമയത്തും വാങ്ങാനുള്ള കാര്യങ്ങൾ, ഇനിയും വാങ്ങാൻ വിട്ടുപോയ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങി തിരിച്ചു പോകുന്ന ഒരു തിരക്ക് അത് തന്നെയാണ് നമുക്ക് എറണാകുളത്തെ വിവിധ വിപണികളിൽ നിന്ന് കാണാൻ കഴിയുന്നതും.